ചിതയിലേക്ക് എടുത്തുകൊള്ളുക. കർമ്മിയുടെ നിർദ്ദേശം കേട്ട് അവൻ ആർത്ത് കരഞ്ഞു. അവൻ്റെ നെഞ്ചിൽ മുഖമമർത്തി 2.5 വയസ്സുകാരൻ അരൂട്ടനും വാവിട്ട് കരഞ്ഞുകൊണ്ടേയിരുന്നു. ശ്രീ, ഇങ്ങനെ കരയില്ലടാ, കുഞ്ഞുകൂടി കരയുന്നത് കണ്ടില്ലേ? നീ എണീറ്റേ, ഇനിയും വൈകിപ്പിക്കാൻ പാടില്ല. അരുൺ അവൻ്റെ ചുമലിൽ പിടിച്ചുകൊണ്ട് വേദനയോടെ പറഞ്ഞു. ശ്രീകാന്ത് അവസാനമായി തൻ്റെ പ്രിയപ്പെട്ടവളെ ഒന്നുകൂടി നോക്കി. അവളുടെ ജീവനറ്റ ശരീരം ചിതയിലേക്ക് വെക്കാനായി കൊണ്ടുപോയി. ഈറനോടെ ആരൂട്ടനെയും ചേർത്ത് പിടിച്ച് ഹൃദയം തകർന്ന് ശ്രീകാന്ത് സ്വാതിയുടെ ചിതയ്ക്ക് തീ കൊളുത്തി. അവളെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ അഗ്നിയുടെ ചൂടിൽ അവൻ്റെ ഹൃദയവും ദഹിക്കുകയാണെന്ന് അവന് തോന്നി. ആരൂട്ടൻ ഉറക്കെ കരഞ്ഞുകൊണ്ട് അവൻ്റെ ചുമലിൽ ചാഞ്ഞു കടന്നു. തകർന്ന മനസ്സോടെ ശ്രീകാന്ത് തൻ്റെ കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കത്തിയിരിക്കുന്ന ചിതയിലേക്ക് നോക്കി നിന്നു. വിച്ചു, ശ്രീകാന്തിൻ്റെ വൈഫ് മരിച്ചെന്ന് അരുണിമ വിസ്മയുടെ അടുത്തേക്ക് വെപ്രാളത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു. വിസ്മയ ഞെട്ടലോടെ എഴുന്നേറ്റ് അരുണിമയെ നോക്കി. നീ എന്താ ഇപ്പം പറഞ്ഞത്? സ്വാതി മരിച്ചെന്നോ? വിസ്മയ കേട്ടത് വിശ്വസിക്കാനാകാതെ അരുണിമയെ നോക്കി. ന്യൂമോണിയ ആയിരുന്നു വിച്ചു. കുറച്ച് ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. ഇന്നലെ രാത്രിയോടെ അവൾ പോയി. ഇന്ന് ചടങ്ങൊക്കെ കഴിഞ്ഞെന്ന് രാഹുൽ പറഞ്ഞത്. കഷ്ടമായിപ്പോയി. ആ കുഞ്ഞിൻ്റെ കാര്യം ഓർത്തിട്ടാ എനിക്ക്. പൊടിക്കുഞ്ഞല്ലേടി. അരുണിമ വേദനയോടെ പറഞ്ഞതും വിസ്മയുടെ മനസ്സിലേക്ക് ശ്രീകാന്തിൻ്റെയും സ്വാതിയുടെയും നടുക്കിരുന്ന് പാൽപുഞ്ചിരി തൂകുന്ന ആരൂട്ടൻ്റെ ചിത്രം തെളിഞ്ഞു വന്നു. ശ്രീകാന്തിൻ്റെ ഫേസ്ബുക്കിലെ കവർ ചിത്രമായിരുന്നു അത്. വിച്ചു, നമുക്കതുവരെ ഒന്ന് പോകാടി. അറിഞ്ഞിട്ട് പോകാതിരിക്കുന്നത് ശരിയല്ല. അരുണിമ പറഞ്ഞതൊന്നും വിസ്മയ കേട്ടിരുന്നില്ല. വിച്ചു, നീ ഇത് ഏത് ലോകത്താ? അരുണിമ അവളെ കുലുക്കി വിളിച്ചപ്പോഴാണ് വിസ്മയ സ്വബോധത്തിലേക്ക് വന്നത്. അരുണിമയുടെ ആക്റ്റീവ ശ്രീകാന്തിൻ്റെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞതും ട്യൂബ് ലൈറ്റ് കെട്ടുന്ന ആൾക്കാരെ ആണ് കണ്ടത്. മതിലുകളിലും പോസ്റ്ററുകളിലും പുഞ്ചിരിച്ചുകൊണ്ട് നോക്കുന്ന സ്വാതിയുടെ ചിത്രങ്ങൾ ആദരാഞ്ജലികൾ എന്ന വാചകത്തിൻ്റെ അകമ്പടിയോടെ തെളിഞ്ഞു നിന്നു. വിസ്മയ പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി. സ്വാതിയുടെ മുഖം അവളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു. വീടിന് മുന്നിൽ അപ്പോഴും ആൾക്കാരുണ്ടായിരുന്നു. നീല ടാർപ്പോയിൽ കൊണ്ട് മുറ്റത്തൊരു പന്തൽ കെട്ടി കുറേ കസേരകൾ അവിടെ സ്ഥാനം പിടിച്ചിരുന്നു. അങ്ങുമിങ്ങും ചിന്നിത്തെറിച്ച ആൾക്കാർ ശബ്ദം കുറഞ്ഞ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. തനിക്ക് ചുറ്റും വല്ലാത്തൊരു ശൂന്യത നിറയുന്നത് പോലെ വിസ്മയയ്ക്ക് തോന്നി. അരുണിമ അവളുടെ കൈ പിടിച്ചുകൊണ്ട് വീടിനുള്ളിലേക്ക് കയറി. ഒരു മുറിയിൽ ശ്രീകാന്തിൻ്റെ അമ്മ മധുരിമ കരഞ്ഞു തളർന്ന് കിടപ്പുണ്ടായിരുന്നു. ബന്ധുക്കളെന്ന് തോന്നുന്ന ചില സ്ത്രീകൾ അവരുടെ ചുറ്റിലുമിരുന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അരുണിമയുടെ പുറകെ വിസ്മയ മധുരിമയുടെ അടുത്തേക്ക് നടന്നു. അവിടെ ഇരുന്ന് ചില സ്ത്രീകൾ അവരെ രണ്ടുപേരെയും സംശയത്തോടെ നോക്കുന്നുമുണ്ട്. ആൻറ്റി, അരുണിമ കുനിഞ്ഞു മധുരിമയെ തൊട്ടുണർത്തി. മധുരിമ കലങ്ങിയ കണ്ണുകളോടെ അവളെ നോക്കി. മോളോ, ഇരിക്ക്. മധുരിമ എഴുന്നേറ്റ് ബെഡിൽ ചാരിയിരുന്ന് അവളെ നോക്കി പറഞ്ഞു. വിച്ചുമോളും ഉണ്ടായിരുന്നോ? പുറകിൽ നിന്ന് വിസ്മയെ നോക്കി മധുരിമ പറഞ്ഞു. അവർ രണ്ടുപേരും ബെഡിൻ്റെ ഓരത്തായി ഇരുന്നു. അവരെ തരിച്ചു വിട്ടിട്ട് റൂമിലിരുന്ന ബാക്കിയുള്ളവർ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. ഞങ്ങൾ അറിഞ്ഞപ്പോഴേക്കും വൈകിപ്പോയി ആൻറ്റി. പ്രത്യേകിച്ച് ആശ്വസിപ്പിക്കാനോ കൂടുതൽ ചികയാനോ ഉള്ള സന്ദർഭമായിരുന്നില്ല അതെന്ന് അരുണിമയ്ക്ക് അറിയാമായിരുന്നു. മഴയെന്ന് വെച്ചാൽ ഭ്രാന്തായിരുന്നു സ്വാതിമോൾക്ക്. പിന്നെ മഴയിൽ ഏതു നേരവും കൊച്ചു കുട്ടികളെ പോലെ കളിക്കും. അവസാനം നനഞ്ഞ മഴ മോളെ ചതിച്ചു. ആദ്യം ചെറിയ പനിയായിരുന്നു, പിന്നെ കൂടിക്കൂടി നീർക്കെട്ടായി. അവസാനം എല്ലാവരെയും വിട്ട് അവളങ്ങ് പോയി. നേരിതിൻ്റെ തുമ്പ് കടിച്ചു പിടിച്ചുകൊണ്ട് വേദനയോടെ മധുരിമ പറഞ്ഞു. അരുണിമ മധുരിമയുടെ കയ്യിൽ കൈ ചേർത്ത് അവരെ ആശ്വസിപ്പിച്ചു. വിസ്മയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. ആൻറ്റി, മോനെവിടെ? അരുണിമ ചോദിച്ചു. ശ്രീക്കൊപ്പം ഉണ്ടായിരുന്നു. കുഞ്ഞ് കരഞ്ഞ് തളർന്ന് ഉറങ്ങിപ്പോയി. സ്വാതിയുടെ അമ്മയുടെ കയ്യിലായിരുന്നു. ഉറങ്ങിക്കാണും. കുഞ്ഞിനെ ഓർത്ത് രണ്ടുപേരും വേദനയോടെ പരസ്പരം നോക്കി. ഞങ്ങൾ ശ്രീയെ കണ്ടിട്ട് വരാം. അരുണിമ എഴുന്നേറ്റു. പുറവെ വിസ്മയെയും. മധുരിമ വിസ്മയെ ഒന്ന് വേദനയോടെ നോക്കി. അവളൊന്ന് കണ്ണ് ചിമ്മിക്കൊണ്ട് അരുണിമയുടെ പുറകെ നടന്നു. അവർ മുറി വിട്ടിറങ്ങിയതും മധുരിമ ഒരു നെടുവീർപ്പോടെ ബെഡിലേക്ക് ചാരിയിരുന്നു. ശ്രീ എവിടെ? അരുണിമ ശ്രീകാന്തിൻ്റെ ബന്ധുവെന്ന് തോന്നിക്കുന്ന ഒരാളോട് ചോദിച്ചു. തെക്കേ തൊടിയിൽ നിന്ന് കയറിയിട്ടില്ല ഇതുവരെ. ചിത കത്തിത്തീർന്നെങ്കിലും അവൻ്റെ ചങ്ക് ഇരിഞ്ഞുകൊണ്ടിരിക്കുമല്ലേ, അയാൾ വേദനയോടെ പറഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്ക് പോയി. വീടിൻ്റെ പുറകിലൂടെ അരുണിമയും വിസ്മയയും ഇറങ്ങി. തെക്കേ തൊടിയുടെ ഓരത്ത് കത്തിത്തീർന്ന് കനലുകളായി തീർന്ന ചിതയിലേക്ക് നോക്കി ദൂരെ ഒരു മരത്തിൽ ചാരി നിർജീവമായി നിൽക്കുകയായിരുന്നു ശ്രീകാന്ത്. ശ്രീ, ആരുടെയോ വിളി കേട്ട് ചിന്തകളിൽ നിന്നും മുക്തമായ അവൻ അവരെ തിരിഞ്ഞു നോക്കി. അരുണിമയും വിസ്മയും അവൻ്റെ അടുത്തേക്ക് വന്നു. അവൻ്റെ കണ്ണുകളിലെ വേദന വിസ്മയ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ശ്രീ, നീ എന്തിനിവിടെ വന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്നത്?
ഓരോന്ന് ചിന്തിച്ചു കൂട്ടി മനസ്സ് വെറുതെ വേദനിപ്പിക്കല്ലേ. അരുണിമ അവനെ നോക്കി അലിവോടെ പറഞ്ഞു. ശ്രീകാന്ത് തിരിഞ്ഞ് സ്വാതിയെ ദഹിപ്പിച്ചടത്തേക്ക് നോക്കി. ഇവൾ ഇപ്പോഴും എരിഞ്ഞു തീർന്നിട്ടില്ല അരുണി. എന്നെയും മോനെയും ഓർത്ത് അവളുടെ ചങ്ക് പൊട്ടുന്നുണ്ട്. നീ കേട്ടിട്ടില്ലേ, ആഗ്രഹം തീരാതെ മരിച്ചവരുടെ ചങ്ക് പെട്ടെന്ന് കത്തിയെരിയില്ലെന്ന്. നോക്ക്, അവളുടെ ഹൃദയം ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. എന്നെയും മോനെയും തനിച്ചാക്കി പോകാൻ കഴിയില്ല അവൾക്ക്. വല്ലാത്തൊരു ഭാവമായിരുന്നു അവനപ്പോൾ. അവൻ്റെ വേദന കണ്ടു നിൽക്കാനാകാതെ വിസ്മയ വേഗം നിറഞ്ഞ കണ്ണ് തുടച്ചുകൊണ്ട് തിരിഞ്ഞു. ഉറക്കമെഴുന്ന ഏറ്റ ആരൂട്ടൻ കരഞ്ഞുകൊണ്ട് അവൻ്റെ അമ്മയെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. എത്രയൊക്കെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവൻ കരച്ചിലടക്കിയില്ല. ഓ ഓ ഓ കരയില്ലേ കുഞ്ഞാ. സ്വാതിയുടെ അമ്മ അവനെ മാറോടടച്ചു പിടിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അരുണിമയും വിസ്മയും അവൻ്റെ കരച്ചിൽ കണ്ട് വിഷമത്തോടെ നോക്കി നിന്നു. ശ്രീയെപ്പോലെ തന്നെയാണ് മോനെന്ന് വിസ്മയ മനസ്സിലോർത്തു. എന്തോ ഒരു ഉൾപ്രേരണയിൽ വിസ്മയുടെ കാലുകൾ മുന്നോട്ട് ചലിച്ചു. അവൾ ആരൂട്ടന് നേരെ കൈകൾ നീട്ടി. ആദ്യം അവളെയൊന്ന് അവൻ അപരിചിത ഭാവത്തിൽ ചുണ്ടു കൂർപ്പിച്ചു നോക്കി. അവൾ ഒന്നുകൂടി കൈനീട്ടി വാത്സല്യത്തോടെ വിളിച്ചതും ആരൂട്ടൻ അവളിലേക്ക് ചാഞ്ഞു. സ്വാതിയുടെ അമ്മ ആരൂട്ടനെയും വിസ്മയെയും അതിശയത്തോടെ നോക്കി. അവരുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. വിസ്മയ അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു. സ്വാതിയുടെ അനിയത്തി ശ്യാമ ഫീഡിംഗ് ബോട്ടിലുമായി അവൻ്റെ അടുത്തേക്ക് വന്നു. ശ്യാമയുടെ വീർത്തുന്തിയ വയറിലേക്ക് വിസ്മയം നോക്കി. ഈ ഒരു അവസ്ഥയിൽ കൂടപ്പിറപ്പിനെ നഷ്ടപ്പെട്ടാൽ അവളുടെ മനസ്സത് എങ്ങനെ താങ്ങുമെന്ന് അവൾ ഓർത്തു. ശ്യാമ ബോട്ടിൽ വിസ്മയയുടെ കയ്യിലേക്ക് കൊടുത്തു. വിസ്മ ശ്യാമയുടെ മുഖത്തേക്ക് നോക്കി. അവൾ കൊടുത്തോളാൻ വേണ്ടി കണ്ണു ചിമ്മി കാണിച്ചു. ആരും മാറി മാറി എടുത്തിട്ടും ഇവൻ കരച്ചിൽ നിർത്തിയിരുന്നില്ല. ഇപ്പോൾ ചേച്ചിയുടെ കയ്യിൽ അവൻ കരച്ചിലുണ്ടാക്കാതിരിക്കുന്നുണ്ടല്ലോ, അതുതന്നെ സമാധാനം. ഈ പാലോടി കുടിച്ചാൽ അവൻ പിന്നെ കരയില്ല. എൻ്റെ ചേച്ചിയുടെ സ്വഭാവം മോന്. ആരോടും ഒരു പിണക്കവും ഇല്ല, എല്ലാവരോടും സ്നേഹമാണ്, പാവമാണ്. വിസ്മയെ നോക്കിയാണ് ശ്യാമ അത് പറഞ്ഞത്. വിസ്മയെ പെട്ടെന്ന് നോട്ടം മാറ്റി അവളിൽ നിന്നും ആ ബോട്ടിൽ വാങ്ങി അവനെയും കൊണ്ട് ഉമ്മറത്തേക്ക് ഇറങ്ങി. ഒപ്പം അരുണേമ്മയും. വിസ്മയ പോകുന്നത് നോക്കി വേദനയോടെ നിൽക്കുന്ന ശ്യാമയുടെ കയ്യിൽ അവളുടെ അമ്മ പിടിച്ചു. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ചേച്ചി കാരണമായിരുന്നു അല്ലേ അമ്മേ വിച്ചു ചേച്ചിക്ക് അവളുടെ പ്രണയം നഷ്ടപ്പെട്ടത്. സ്വാതി ചേച്ചി ഏട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ആരൂട്ടൻ ജനിക്കേണ്ടത് വിച്ചു ചേച്ചിയുടെ വയറ്റിലായിരുന്നില്ലേ? നിർവികാരമായി പറഞ്ഞുകൊണ്ട് ശ്യാമ കണ്ണു തുടച്ചു. സ്വാതിയുടെ അമ്മ സാരിത്തുമ്പുകൊണ്ട് കണ്ണുനീറൊപ്പി. എല്ലാം വിധിയാണ് മോളെ, മനുഷ്യൻ വെറും കോമാളിയല്ലേ മോളെ. ശ്യാമ അമ്മയുടെ മാറിലേക്ക് ചാഞ്ഞു. അവർ അവളുടെ തലയിൽ തഴുകി. ആരൂട്ടൻ വിശന്നു പാല് വലിച്ചു കുടിക്കുകയാണ്. അവൻ ആദ്യമായിട്ടാണ് മുലപ്പാലല്ലാതെ കുപ്പിപ്പാൽ കുടിക്കുന്നത്. അതിൻ്റെ ഒരു മടിയുണ്ടവന്. അരുണിമ അവൻ്റെ കയ്യിൽ പിടിച്ച് കൊഞ്ചിക്കുന്നുമുണ്ട്. മൈ മൈ. ആരൂട്ടൻ തല വെട്ടിച്ചുകൊണ്ട് പാല് വേണ്ടെന്ന് പറഞ്ഞു. കുറച്ചുകൂടി കുടിക്കൂ കുഞ്ഞാ. വിസ്മയ ബോട്ടിൽ നീട്ടിയതും അവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അരുണിമ ചിരിയോടെ അവൻ്റെ പഞ്ഞി പോലെയുള്ള കവിളിലൊന്ന് കുത്തി. കുളിച്ചിട്ട് പുറത്തുനിന്ന് തോർത്ത് ചുമലിലിട്ടുകൊണ്ട് കയറി വന്ന ശ്രീകാന്ത് ആ കാഴ്ച കണ്ട് ഞെട്ടി നിന്നു. കൊഞ്ചലോടെ വിസ്മയ കൊടുക്കുന്ന പാല് വലിച്ചു കുടിക്കുന്ന ആരൂട്ടൻ. അവൻ്റെ രണ്ട് കൈകളും അവളുടെ നെഞ്ചിൽ അമർത്തി പിടിച്ചിട്ടുണ്ട്. ആരുടെ കയ്യിലും പോകാതെ ഇന്നലെ മുതൽ എല്ലാവരോടും പിണങ്ങി നിന്ന കുഞ്ഞായിരുന്നു എന്ന് അവൻ ഓർത്തു. അവരെ ഒന്ന് നോക്കിയിട്ട് അവനകത്തേക്ക് പോയി. കുറച്ചു നേരം കൂടി കഴിഞ്ഞ് വിസ്മയയും അരുണിമയും പോകാനായി ഇറങ്ങി. അപ്പോഴേക്കും കുഞ്ഞുറങ്ങിയിരുന്നു. അവിടുന്ന് പോകുമ്പോൾ അവളുടെ ഉള്ള എന്തിനോ വേണ്ടി പിടഞ്ഞിരുന്നു. അവരുടെ വണ്ടി മറയുന്നതുവരെ ശ്രീകാന്ത് ജനലിൽ കൂടി നോക്കി നിന്നു. അവനിൽ നിന്നും ഒരു നെടുവീർപ്പുയർന്നു. വിസ്മയെ വീട്ടിലാക്കിയിട്ടാണ് അരുണിമ പോയത്. ഉമ്മറത്ത് ചാരികസയിൽ കിടക്കുകയായിരുന്ന അച്ഛൻ അവൾ കയറിപ്പോകുന്നതും നോക്കി ഒരു ദീർഘനിശ്വാസം എടുത്തു. പിന്നെയും ചിന്തകളിലേക്ക് ഊളിയിട്ടു. ഷവറിന് കീഴിൽ നിൽക്കുമ്പോഴും അവളുടെ മനസ്സ് ഇപ്പോഴും ശ്രീകാന്തിൻ്റെ വീട്ടിൽ പോയ ഓർമ്മകളിലായിരുന്നു. മുഖത്തു നിന്നൊഴുകിയ വെള്ളത്തോടൊപ്പം അവൾ തൻ്റെ കണ്ണുനീരും ഒഴുക്കി വിട്ടു. കുളിച്ച് വേഷം മാറി അമ്മ നൽകിയ ചായയുമായി ഉമ്മറത്ത് വന്നിരുന്നപ്പോഴാണ് വീട് കടന്ന് ഒരു ബൈക്ക് വന്നത്. ആ ബൈക്കിൽ നിന്ന് ആളിനെ കണ്ട് അവളുടെ മുഖം വലിഞ്ഞു മുറുകി. ദേഷ്യത്തോടെ അവൾ മുറിയിലേക്ക് പോയി കതകടച്ചു. കട്ടിലിൽ പോയിരുന്നു. അവൻ്റെ ബൈക്കിൻ്റെ ശബ്ദം കേട്ടതും അവളുടെ കടപ്പല്ലുകൾ കൂട്ടിയിരുമിയിരുന്നു. ചാരുകസേരയിൽ നിന്നും നിവർന്നിരുന്ന് വിസ്മയുടെ അച്ഛൻ ശങ്കരൻ ഉമ്മറത്തു നിന്നും കയറി വരുന്നവനെ കണ്ട് നീരസത്തോടെ തല വെട്ടിച്ചു. മുണ്ടുമടക്കി കുത്തി മുഖത്ത് പുച്ഛഭാവവുമായി കയറി വരുന്നവനെ ശങ്കരൻ നെറ്റി ചുളിച്ചു നോക്കി. എന്തുണ്ട് അമ്മാവാ വിശേഷങ്ങൾ? സോപാനത്തിൽ കയറിയിരുന്ന് ഒരു പ്രത്യേക താളത്തിൽ ചോദിച്ചുകൊണ്ട് അവൻ ശങ്കരനെ നോക്കി. നീ എന്തിനാ ഇപ്പോൾ വന്നത്? അതിന് പുച്ഛമായിരുന്നു അയാളുടെ മറുപടി.
അത് കൊള്ളാം. അതെന്തൊരു ചോദ്യം അമ്മാവ? ഭാര്യ വീട്ടിൽ കയറി വരാൻ എനിക്കെന്തെങ്കിലും കാരണം വേണോ? ശങ്കരൻ്റെ കണ്ണുകൾ ചുരുങ്ങി. ഭാര്യ വീടോ? ഇപ്പോൾ ഇത് നിന്റെ ഭാര്യ വീടല്ല ആദർശേ. അവൾ എന്നും നിന്റെ വീടിൻ്റെ പടിയിറങ്ങിയോ അന്ന് തീർന്നു അവളും നീയുമായിട്ടുള്ള എല്ലാ ബന്ധവും. അതിനൊരു അട്ടഹാസമായിരുന്നു അവൻ്റെ മറുപടി. ഞാൻ കെട്ടിയ താലി അവളുടെ കഴുത്തിലുള്ളിടത്തോളം, നിയമപരമായ ബന്ധം പിരിയാത്തിടത്തോളം അവൾ എൻ്റെ ഭാര്യ തന്നെയാണ് അമ്മാവ. അപ്പോൾ ശങ്കരൻ പുച്ഛത്തോടെ അവനെ ഒന്ന് നോക്കി. താലി കെട്ടിയതോട് മാത്രം ഭാര്യ അവളുടെ. കെട്ടിയ പെണ്ണെ അന്തസ്സായി നോക്കുന്നവനായിരിക്കണം, സംരക്ഷിക്കാൻ കഴിവുള്ളവനായിരിക്കണം. അല്ലാതെ നിന്നെപ്പോലെ ആരുടെയെങ്കിലും വാക്ക് കേട്ട് കെട്ടിയ പെണ്ണെ പാതിരാത്രിക്കെന്ന് പോലും നോക്കാതെ ഇറക്കി വിടുന്നവനെ അല്ല. പോയി നിന്റെ അമ്മയ്ക്ക് കൂട്ടിരിക്കടാ. നീ എന്ന പാവയുടെ ചരട് അവരുടെ കയ്യിലല്ലേ. ഇനി നിന്നെപ്പോലെ ഒരുത്തിന് എൻ്റെ മകൾക്ക് വേണ്ട. ശങ്കരൻ കിതച്ചു പോയിരുന്നു. ആഹാ, കൊള്ളാലോ. കാരണവർക്ക് നാക്കിന് നീളം വെച്ചല്ലോ. തൽക്കാലം ഞാൻ അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇപ്പം എൻ്റെ കൂടെ അവൾ വരാൻ തയ്യാറാണെങ്കിൽ പോലും ഞാൻ അവളെ കൊണ്ടുപോയെന്നിരിക്കും. വീറോടെ പറയുന്നവനെ നോക്കി ശങ്കരൻ പുച്ഛിച്ചു. എന്തിനടാ? വീണ്ടും നിന്റെ അമ്മയ്ക്ക് അവളെ ചവിട്ടി തേക്കാനോ? വീണ്ടും പട്ടിയെപ്പോലെ ഇറക്കി വിടാനോ? അതോ സ്വന്തം സഹോദരനെ പോലെ കാണുന്ന നിന്റെ കൂടപ്പറപ്പിനെ ചേർത്ത് അപവാദം പറയാനോ? അലസമായി എങ്ങോട്ടോ അപ്പോൾ അവൻ നോക്കിയിരുന്നു. അതൊക്കെ അവളുടെ ഭാഗത്തെ തെറ്റ് തന്നെയാണ്. അതൊന്നും എനിക്ക് പറയാനില്ല. എൻ്റെ അമ്മ അങ്ങനെയൊക്കെയാണ്. അമ്മയെ അനുസരിച്ച് കഴിയുന്നൊരു ഭാര്യയെ മതി എനിക്ക്. അതിന് ഇനി ചിറ്റൂരെ വിസ്മയെ കിട്ടില്ല. ആദർശ് രഘുനന്ദൻ അകത്തുനിന്നും ഇറങ്ങി വന്ന് തൻ്റെ മുഖത്തേക്ക് നോക്കി വീറോട് പറയുന്നവളെ കണ്ടതും അവൻ്റെ പല്ലുകൾ പരസ്പരം കൂട്ടിയിരുമി. തൻ്റെ വീട്ടിലേക്ക് വേണ്ടത് ഒരു ഭാര്യയല്ല, ഒരു ബാല്യക്കാരിയാണ്. ഒരു ഗവൺമെൻറ് ജീവനക്കാരനായ തനിക്ക് സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന കൂലിപ്പണിക്കാരൻ ശങ്കരൻ്റെ മകൾ വിസ്മയെ ചേരില്ല. ആട്ടിയിറക്കി വിടുമ്പോഴും കാർക്കിച്ച് തുപ്പുമ്പോഴും തൻ്റെ അമ്മ എൻ്റെ നേരെ ചുരുങ്ങിയ വാക്കുകളൊന്നും അത്ര പെട്ടെന്ന് പുറത്തു തരാൻ ഞാൻ കണ്ണീർ നായികയൊന്നുമല്ല. പൈസ കൊടുത്താൽ ഒരുപാട് പണിക്കാരെ കിട്ടും. അതിന് ഭാര്യയുടെ ആവശ്യമില്ല. ഇനിയും ആദർശിൻ്റെ ഭാര്യ പദം അലങ്കരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. തന്നെപ്പോലൊരു ഭർത്താവിനെയും എനിക്കിനി ആവശ്യമില്ല. പെരുവഴിയിലേക്ക് പാതിരാത്രി താൻ എന്നെ ഇറക്കി വിട്ട് എനിക്ക് മുന്നിൽ വാതിൽ കൊട്ടിയടയ്ക്കുമ്പോൾ എവിടെയായിരുന്നു ഒരു ഭർത്താവിൻ്റെ ഉത്തരവാദിത്വം? അന്ന് തനിക്ക് ഓർമ്മയില്ലായിരുന്നോ താൻ കെട്ടിയ താലി എൻ്റെ കഴുത്തിലുള്ളതെന്ന്? ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന്? കല്യാണം കഴിഞ്ഞ് വർഷം 3 താൻ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? ഭാര്യ എന്ന പോലെ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ? നിറഞ്ഞു വന്ന കണ്ണുകളെ അവൾ വാശിയോടെ തുടച്ചു മാറ്റി. നീ കൂടുതൽ പുണ്യവതിയാകലടി ഭാര്യയെ. ഒരു കുഞ്ഞിനെ തരാൻ കഴിയാത്ത നിന്നെ ഞാൻ പിന്നെ പൂവിട്ട് പൂജിക്കണോ? അവൻ പരിഹാസത്തോടെ പറഞ്ഞതും അവൾ മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് കണ്ണുകൾ ഇറുക്കി അടച്ചു നിന്നു. അച്ഛൻ്റെ മുന്നിലായിപ്പോയി. അല്ലെങ്കിൽ ഇതിനുള്ള മറുപടി എനിക്ക് തരാൻ കഴിഞ്ഞേനെ. നിങ്ങളിവിടുന്ന് പോകാൻ നോക്ക്. അന്ന് പറഞ്ഞത് തന്നെ ഇന്നും എനിക്ക് പറയാനുള്ളൂ. അറുത്തു മുറിച്ച് ഒന്നും കൂട്ടിച്ചേർക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. തൻ്റെ വീടിനും അന്തസ്സിനും ചേർന്ന പെണ്ണല്ല ഞാൻ എന്ന് നിങ്ങൾ എന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞോ അന്നു മനസ്സിൽ നിന്നും പിഴുതുമാറ്റി ഞാനെല്ലാം. ഇനി ഭാര്യയാണെന്നുള്ള അവകാശം പറഞ്ഞോ ഇവിടെ വരണ്ട. തീർന്നു ഈ ജന്മം ഞാനും നിങ്ങളുമായുള്ള എല്ലാ ബന്ധവും. അവനെ നോക്കി ദൃഢതയോടെ പറഞ്ഞുകൊണ്ട് അവൾ മുറിയിൽ കയറി വാതിലടച്ചു. വാതിലിലൂടെ ഊർന്നിറങ്ങി പൊട്ടിക്കരഞ്ഞു. ശങ്കരനെ ഒന്ന് നോക്കി ദഹിപ്പിച്ചിട്ട് ആദർശ് ബൈക്കുമെടുത്ത് പാഞ്ഞുപോയി. ശങ്കരൻ നിറഞ്ഞ കണ്ണുകളോടെ ചാരുകസേരയിലേക്ക് ചാരിക്കിടന്നു. തങ്ങളുടെ പിടിവാശിക്ക് മുന്നിൽ ആദർശിന് കഴുത്തി നീട്ടിക്കൊടുക്കുമ്പോൾ അറിഞ്ഞിരുന്നില്ല ഇങ്ങനെയൊരു വിധി അവൾക്ക് വരുമെന്ന്. ചുമലിൽ കിടന്ന തോർത്തെടുത്ത് കണ്ണു തുടച്ചുകൊണ്ട് അയാൾ ചിന്തകളിലേക്ക് ഊളിയിട്ടു. റൂമിലെ ഒരു മൂലയിൽ തൂക്കിയിട്ടിരിക്കുന്ന തങ്ങളുടെ വിവാഹ ഫോട്ടോ അവളെ നോക്കി പല്ലിളിക്കുന്നതായി തോന്നി അവൾക്ക്. തലയിൽ തഴുകിയ കൈകളുടെ സ്പർശനമാണ് അവളെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത്. ഏട്ടാ, അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് പൊട്ടിക്കരഞ്ഞു. അവൻ നേർമയായി അവളുടെ തലയിൽ തഴുകിക്കൊണ്ടിരുന്നു. ഞാൻ അല്പം വൈകിപ്പോയി മോളെ. ഓഫീസിൽ നല്ല തിരക്കായിരുന്നു. അവൻ വീണ്ടും വന്നു അല്ലേ? അവളൊന്ന് മൂളിക്കൊണ്ട് അവനെ നോക്കി. പോട്ടെ, സാരമില്ല. ഇനി അവൻ നിഴൽ പോലും ഏട്ടൻ്റെ മോളുടെ അടുത്തേക്ക് പോലും പതിക്കില്ല. പോരെ? അവൾ അവനെ മുറുക്കി പിടിച്ചു. തൻ്റെ മനസ്സറിയുന്ന, തൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കുന്ന, തൻ്റെ പരാതികളും സന്തോഷവും സങ്കടവും എല്ലാം ഇറക്കി വയ്ക്കുന്ന തൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് വിഹാൻ ശങ്കർ എന്ന എൻ്റെ വിധുവേട്ടൻ. പലപ്പോഴും തൻ്റെ ജീവിതം ഇങ്ങനെയായി തീർന്നതിൻ്റെ പേരിൽ ദേഷ്യവും സങ്കടവും തോന്നി. അച്ഛനോടും അമ്മയോടും പൊട്ടിത്തെറിക്കുമ്പോൾ തന്നിലെ അഗ്നിയെ ശമിപ്പിക്കാൻ ഏട്ടന് മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. എല്ലാം അവസാനിപ്പിച്ച് തിരികെ വന്നപ്പോൾ കൈവിരിച്ച് ആ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ കൂട് തുറന്നു വിട്ട കിളിയുടെ അവസ്ഥയായിരുന്നു എൻ്റേത്. ഏട്ടനോളം തന്നെ മനസ്സിലാക്കിയ മറ്റൊരാളുമില്ല എന്നതാണ് വാസ്തവം. അവളുടെ മനസ്സൊന്ന് തണുത്തതും അവളുടെ നെറുകയിലൊരു മുത്തവും കൊടുത്ത് അവൻ കുളിക്കാനായി ഇറങ്ങി. വിധു അകന്നു പോയപ്പോൾ വീണ്ടും അവളുടെ ഓർമ്മകൾ കയ്പ് നിറഞ്ഞ ആ ജീവിതത്തിലേക്ക് പോയി.
നീ എന്തിനാടാ എല്ലാം ഇതിനെ തല്ലിപ്പൊട്ടിക്കുന്നത്? പോയി പണി നോക്കാൻ പറയടാ അവളോട്. നിനക്ക് വേറെ നല്ല പെൺപിള്ളേരെ അമ്മ കണ്ടെത്തി തരും. ദാരിദ്ര്യവാസി ഒഴിഞ്ഞു പോയപ്പോഴേ ഈ ഒരു വീടിന് ഐശ്വര്യം വന്നത്. മാധവിയുടെ നേരെ കത്തുന്ന നോട്ടമായിരുന്നു അവൻ്റെ മറുപടി. ഒരു പാവം പെണ്ണിനെ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ ഇവിടെ ഇറക്കി വിട്ടിട്ട് ഇനി ഏത് പെണ്ണിൻ്റെ ജീവിതം കൂടി തുലയ്ക്കാനാ അമ്മയും മോനും കൂടി പദ്ധതി ഇടുന്നത്? ആദിത്യൻ ഇറങ്ങി വന്നുകൊണ്ട് രണ്ടുപേരെയും പുച്ഛിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ വന്നല്ല അവിടെ വക്താവ്. എന്ത് കണ്ടിട്ടാടാ നീ ഇങ്ങനെ അവളെ സപ്പോർട്ട് ചെയ്യുന്നത്? അവൾ നിന്റെ അനിയൻ്റെ ഭാര്യയാണ്, അല്ലാതെ നിന്റെ അല്ലല്ലോ. നീ ഇതിലിടപെടണ്ട, അവർ പുച്ഛിച്ചുകൊണ്ട് ആദിത്യനെ നോക്കി പറഞ്ഞു. അവൾ ഈ നരകം വിട്ടുപോയി, ഇനി എന്തിനാ പാപത്തിനെ ദ്രോഹിക്കുന്നത്? എത്രയും പെട്ടെന്ന് നിന്റെ ജീവിതത്തിൽ നിന്ന് അവളെ മോചിപ്പിച്ചേക്ക്. ഇനിയൊരു പെണ്ണിന്റെ കണ്ണീരിന്റെ ശാപം കൂടി ഈ കുടുംബത്തിൽ വീഴരുത്. മാധവിയെ ഒന്ന് തറപ്പിച്ചു നോക്കിക്കൊണ്ട് ആദിത്യൻ അകത്തേക്ക് കയറിപ്പോയി. ഇവൻ എന്തിനാടാ ഇത്രയും പൊള്ളുന്നത്? ചേട്ടനും കൂടി കൊടുത്തതാണ് അവൾ. മാധവി പറഞ്ഞു തീരും മുമ്പേ ആദർശ് അവരെ നോക്കി ചീറി. നിർത്തുന്നുണ്ടോ നിങ്ങൾ? അവൾ പോയി, ഇനി എൻ്റെ ജീവിതത്തിൽ വിസ്മയില്ല. ഓരോന്ന് വിളിച്ചു പറഞ്ഞ് നിങ്ങൾ സ്വയം ചെറുതാവരുത്. ഉറഞ്ഞുതുള്ളി പോകുന്നവനെ നോക്കി അവർ പിറുപിറുത്തുകൊണ്ട് സെറ്റിയിലേക്കിരുന്നു. കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ലല്ലോ ശ്രീ. വയ്യായ്ക്ക് വല്ലതും ഉണ്ടോയെന്നറിയില്ല. ഒന്ന് ഡോക്ടറിനെ കാണിച്ചാലോ? ആരൂട്ടനെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കുന്നതിനിടയ്ക്ക് സ്വാതിയുടെ അമ്മ പറഞ്ഞു. ആരൂട്ടനെ നോക്കി നിർവികാരനായി ഇരിക്കാനേ അവന് കഴിഞ്ഞുള്ളൂ. അന്ന് വിച്ചുമോൾ ഉണ്ടായിരുന്നപ്പോൾ അവൻ പിണക്കമില്ലാതെ ഇരുന്നു. പാലും കുറുക്കും കഴിക്കുകയും ചെയ്തു. ഇതിപ്പം ചുറ്റും പരതി നോക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. സ്വാതിയെപ്പോലെ വിച്ചുവിനെ അവൻ അമ്മയായി കണ്ടിട്ടുണ്ടാവും. ശ്രീകാന്തിൻ്റെ അമ്മ പറഞ്ഞതും ശ്രീകാന്ത് അസ്വസ്ഥനായി കുഞ്ഞിനെ നോക്കി എഴുന്നേറ്റ് നടന്നു.